നല്ല മൂവിയായിരുന്നു. വിഷ്വലി നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അവരോട് ചോദിച്ചോളൂ. നന്നായിരുന്നു. നല്ലായിരുന്നു. നല്ല മൂവിയാണ്. നല്ല ടോപ്പിക്കായിരുന്നു. നന്നായിട്ട് അത് ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പടം. ഡീപ്പാണ്, നല്ല ഡീപ്പായിട്ടാണ്. It's a very deep movie, very full of ideas and everything. It's excellent. പെട്ടെന്ന് തീർന്നു പോയി. That's all. Thank you. വാസ് നൈസ് നല്ലായിരുന്നു. നല്ല ആക്ടിങ്, ഹരീഷേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാണാൻ പറ്റി. ആൻഡ് സിനിമോട്ടോഗ്രഫി ആണെങ്കിലും അതേപോലെ ജയിച്ചതും ഡയറക്ടർ എവറിത്തിങ് കെയിം ഓൺ പോയിന്റ്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ. പിന്നെ എടുക്കാനായിട്ട് പലർക്കും മടിയുള്ള ഒരു സബ്ജക്റ്റാണ്. അത് ധൈര്യമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ ആരെയും അത്ര ഇൻസൾട്ട് ചെയ്യാതെ, വല്ലാതെ ഹേർട്ട് ചെയ്യാതെ പറയാനുള്ള കാര്യം ഭംഗിയായിട്ട് പറഞ്ഞു എന്നാണ് തോന്നിയിട്ടുള്ളത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. പിന്നെ എല്ലാം വളരെ നന്നായിട്ട്, ക്യാമറയാണെങ്കിലും ഹരീഷിൻ്റെയൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത്രയും നമുക്കത് കൺവിൻസ്ഡ് ആവും. സിനിമ കണ്ടിരിക്കണ പോലെ ഇരിക്കാം. അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നുണ്ടെങ്കിലും യൂണിറ്റും ഒക്കെ വെച്ച് റെയിൻ യൂണിറ്റും ക്യാമറ യൂണിറ്റ്, ലൈറ്റ് സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസൊക്കെ തന്നെ ചെയ്തിട്ടുള്ള പടമാണ്. പടം ഇഷ്ടപ്പെട്ടു, കണ്ടു. നല്ല മൂവിയാണ്. കണ്ടംപററി ആയിട്ടുള്ള ഒരു വിഷയമാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്കുള്ളതുണ്ടോ അതോ 45 മിനിറ്റിൻ്റെ പരിമിതികൾക്കുള്ളിൽ ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടോപ്പിക്കാണ്, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ടോപ്പിക്കാണ്. അത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. എഴുത്തേട്ടന് ഒരുപാട് പൊട്ടൻഷ്യലുള്ള ആളാണ്. സ്ക്രിപ്റ്റ് ആയാലും മ്യൂസിക്കൊക്കെ എടുത്തു പറയുന്നതാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം നന്നായിട്ടുണ്ട്. ഒരുപാട് വലിയ രീതിയിലുള്ള മൂവി തന്നെ, ഒരു പറഞ്ഞ പോലെ വലിയൊരു ടൈമും ഒക്കെ കിട്ടിയാൽ നന്നായിട്ട് ചെയ്യുന്ന ഉറപ്പുള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് കണ്ടിട്ടില്ല. കണ്ടോ? നന്നായിരിക്കും. ഞാൻ അമ്മയുടെ മരുമൂലാണ്, അനാമിക പേര്. സിനിമ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നിയോ? കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയോ? ഷോർട്ട് ഫിലിം ആണല്ലോ, പക്ഷെ നന്നായി. തീമൊക്കെ ഇഷ്ടമായി. ഓക്കെ, താങ്ക്സ്. കണ്ടു. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ആക്ടിങ്ങും നല്ലതായിരുന്നു. എല്ലാം നല്ലത്, മ്യൂസിക്കും നല്ലത്, എല്ലാം നല്ലത്. കണ്ടിരിക്കാനുള്ളത് തന്നെയാണ്. വളരെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിലിമാണ്. ഷോർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെയും എന്തൊക്കെയോ ഉണ്ടാകുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് ഫിലിം ആണെന്നേ തോന്നുന്നില്ല. അതെ നല്ല മൂവിയാണ്. ഷോർട്ട് ഫിലിം ആണെങ്കിലും നമുക്ക് വളരെ നീളമുള്ള ഒരു പടമായിട്ടാണ് തോന്നുന്നത്. നന്നായിട്ടുണ്ട്. ഒട്ടും ബ്രേക്ക് വരാതെ അതിങ്ങനെ സബ്ജക്റ്റിൻ്റെ ഒപ്പം ഇങ്ങനെ പോകുമായിരുന്നു. ക്യാമറ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മ്യൂസിക് വളരെ മനോഹരമായിട്ടുണ്ട്. കിഡിലിനായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാതും അതിൻ്റെ കുറേ എഡിറ്റിംഗ് ആണെങ്കിലും അയ്യൂബ് ഖാൻ എഡിറ്റ് ചെയ്താണെങ്കിലും നല്ല രസകരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അതാണ് സിനിമയ്ക്കുള്ളൊരു ത്രെഡ് ഉണ്ടായിരുന്നു. പടം നൈസാണ്. ചെറിയൊരു പടം, ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രേത്തേട്ടനും ഹരിച്ചേട്ടനും എല്ലാവരും ഫ്രണ്ട്സാണ്. ഇതിൽ വർക്ക് ചെയ്ത കുറേ പേര് ഫ്രണ്ട്സും ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയിരുന്നു. സിനിമയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം, ബഡ്ജറ്റിൻ്റെ കാരണങ്ങൾ കാരണം അത് പറ്റിയില്ല. പക്ഷെ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് തന്നെ പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ പക്ഷെ രേത്തേട്ടനിൽ നിന്നും സിനിമകൾ വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.